ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയകാലത്ത് വിദ്യാലയങ്ങളിൽ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ് ഇന്നത്തെ വിഷയം. ദൈവത്തെ സ്തുതിക്കുന്ന 5 ചെറു പദ്യങ്ങൾ അടങ്ങിയതാണ് ഈ പ്രാർത്ഥന. ഏത് മതത്തിൽപ്പെട്ടവർക്കും ഈ പ്രാർത്ഥന ചൊല്ലി സർവേശ്വരനെ സ്തുതിക്കാം. ഉള്ളിൽ ഭക്തി നിറയും. ഒരു സത്യാന്വേഷി ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിലോ അവന് സത്യം തെളിഞ്ഞു കിട്ടുന്നതായിട്ട് അനുഭവിക്കാനാകും. ഈ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. ചൈതന്യ സ്വരൂപനായിട്ടുള്ള സർവേശ്വരനെ സർവാത്മന ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണിത്. ബ്രഹ്മാണ്ടം മുഴുവനും സൃഷ്ടിച്ച് അണിയിച്ചൊരുക്കി അതിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന സർവേശ്വരൻ. ഒരു പരമാണുവിൻ്റെ ഉള്ളിലും സൗരയൂഥ ഘടകങ്ങൾക്കുള്ളിലും ഒരുപോലെ പരമപ്രകാശം വിതറി നിൽക്കുന്ന സർവേശ്വരൻ. അങ്ങനെയുള്ള ചൈതന്യ സ്വരൂപനെയാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ഓർമ്മിക്കുക, പരമാത്മവസ്തു സ്വയം പ്രകാശമുള്ളൊരു വസ്തുവാണ്. പരമാത്മാവിനെ ആർക്കും പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. സർവേശ്വരൻ്റെ സന്നിധിയിലാണ് സർവ്വതും പ്രകാശമുള്ളതായിട്ട് അനുഭവപ്പെടുന്നത്. തുടർന്നുള്ള വരി: സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും. രാത്രികാലങ്ങളിൽ നമ്മൾ ധാരാളം നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണാറുണ്ട് ആകാശത്ത്. പകൽ സമയത്ത് സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇവയെ ഒന്നിനെയും കാണുന്നില്ല. ഇതിനർത്ഥം പകൽ സമയത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ല എന്നല്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. നമുക്ക് കാണാൻ കഴിയാത്തവയായി എത്രയോ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗോളങ്ങളുമുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ. ഇതിനെയെല്ലാം ആരാണ് സ്വസ്ഥാനത്ത് നിർത്തി പരിപാലിച്ചു പോരുന്നത്? ആരാണിതിൻ്റെ നിയാമകൻ? ഒരു ചരടിൽ ഇണക്കിക്കോർത്ത പുഷ്പങ്ങളെ പോലെ ഇവയെ ആരാണ് നിയന്ത്രിക്കുന്നത്, ഒരുമിച്ച് നിർത്തുന്നത്? ശ്രീമദ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഇത് തന്നെ പറയും: മത്ത പരതരം നാണ്യത്ത് കിഞ്ചിതസ്തി സനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. അർജുന, ഇവിടെ ഞാനല്ലാതെ മറ്റൊന്നുമില്ല. എന്നിൽ കോർത്ത് വെച്ചിരിക്കുകയാണ് മുത്തുമണികൾ പോലെ സർവ്വതും. മുത്തുമണികളെ എല്ലാവർക്കും കാണാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ചരടിനെ നമ്മളാരും അറിയുന്നില്ല. നമ്മുടെ മുന്നിൽ ദുരിതങ്ങൾ കൂത്താടുന്ന ഈ ലോകം മാത്രമാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് പ്രാർത്ഥന തുടരുന്നത് എങ്ങനെയാണ്: ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടിക്കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്: അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമ. ഈ ലോകത്തിൽ സങ്കടങ്ങളാണ് കൂടുതൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ ഭജിക്കൂ, സർവീശ്വരനെ അറിയൂ. ഇവിടെ നിൻ്റെ തേജസ് പരിപൂർണമായിട്ട് വിളങ്ങിക്കണ്ടാൽ എല്ലായിടത്തും ശാന്തിയാണ്. അജ്ഞാന അന്ധകാരത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു ജനതയ്ക്ക് ജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊടുക്കാൻ സർവേശ്വര നീയല്ലാതെ മറ്റാരാണുള്ളത്? വേദം പറയുന്നുണ്ട്,
തമസോമാ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ഞങ്ങളെ അറിവിൻ്റെ പ്രകാശത്തിലേക്ക് നയിച്ചാലും. അതുകൊണ്ട് പ്രാർത്ഥന തുടരുകയാണ്. അഖിലാദിനായക തവ തിരുമുന്നിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. സമരാദി തൃഷ്ണകളാകവേ നീങ്ങി, സമത്വയും ശാന്തിയും ക്ഷേമവും തിങ്ങി. അതുകൊണ്ട് ആദി കാരണനായ സർവേശ്വര, നിന്റെ അനുഗ്രഹത്താൽ ഈ ലോകത്തെ അസമത്വങ്ങളെല്ലാം പര്യവസാനിക്കട്ടെ. ഇവിടെ സമാധാനം ഉണ്ടാവട്ടെ, സഹവർത്തിത്വം പുലരട്ടെ. മനുഷ്യ മനസ്സിലെ വെറുപ്പും വിദ്വേഷവും മത്സരബുദ്ധിയും ഭേദബുദ്ധിയും അസ്തമിക്കട്ടെ. അതിന് നരലോകം എപ്പേരും ആനന്ദം നേടി വിജയിക്കാൻ നിൻ തിരുനാമങ്ങൾ പാടി. ഈ വരികളോടെയാണ് ആ പ്രാർത്ഥന ഉപസംഹരിക്കുന്നത്. ഈ ലോകത്ത് ആനന്ദം നിറയട്ടെ, ഈ ലോകത്ത് സർവേശ്വരൻ വിജയിക്കുമാറാകട്ടെ. ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവനും ഇത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക. എത്ര ഉത്കൃഷ്ടമായ ഒരു പ്രാർത്ഥനയാണിത്. ഈ ലോകമംഗളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ്റെ വാക്കുകളാണ് ഈ കവിതയിൽ നമ്മൾ മുഴങ്ങി കേൾക്കുന്നത്. ഇതിലെ ദൈവത്തിന് നാമമില്ല, രൂപമില്ല. നാമരൂപങ്ങൾക്ക് അതീതമായിട്ടുള്ള സത്യമാണ്, സത്യസ്വരൂപനാണ് ഇതിലെ ഈശ്വരൻ. ഉപനിഷത്ത് പ്രതിപാദിതമായിട്ടുള്ള സത്യം തന്നെയാണ് ഇതിലെ ചൈതന്യം. ഈ ചൈതന്യത്തെ ആശ്രയിച്ചാണ് ലോകത്തിലെ സമസ്ത വസ്തുക്കളും നിലനിൽക്കുന്നത്. പരമാണു മുതൽ അങ്ങേയറ്റം സൂര്യചന്ദ്രന്മാരും ദൃഷ്ടിക്ക് ഗോചരവും അഗോചരവുമായ സമസ്ത ഗോളങ്ങളും ഗ്രഹങ്ങളും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ആ ഘടകം, അതിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മളെല്ലാം. അതിനെ ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ലോകത്തിൽ ക്ഷേമം പുലരാൻ, ശാന്തി പുലരാൻ ആ സർവേശ്വരൻ്റെ കൃപ മാത്രം മതി. അതിനായിട്ട് നമ്മൾ ശരണാഗതി അടയണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ അർജുനൻ വീണപേക്ഷിച്ചതുപോലെ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ ഉപദേശിക്കൂ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ആ സർവേശ്വരൻ്റെ പരമാത്മാവിൻ്റെ അടിപണിയുമ്പോൾ മാത്രമാണ് ഭക്തന് ഭഗവാന്റെ കൃപയുണ്ടാവുക. ആ കൃപയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ ഒന്നേ ഉള്ളൂ പ്രാർത്ഥന, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ശാന്തി മന്ത്രമാണ് ഇന്ന് ലോകത്തിൽ എപ്പോഴും അനുരണനം ചെയ്യപ്പെടേണ്ടത്. പണ്ടെങ്ങോ മറന്നു വെച്ച ഈ പ്രാർത്ഥനാഗീതം നമുക്കെല്ലാവർക്കും ഒന്നും കൂടി ഓർമ്മിച്ചെടുക്കാം, ഒരേ സ്വരത്തിൽ ഏറ്റുപാടാം. നരലോകം എപ്പേരും ആനന്ദം നേടി വിജയിക്കാൻ നിൻ തിരുനാമങ്ങൾ പാടി. ഇതാവട്ടെ, ഈ പ്രാർത്ഥനാ ഗീതമാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇതോടെ ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.